ഹലോ ഓൾ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിച്ചാർഡ് ലീക്കി എഴുതിയ ഡസ് ഇറ്റ് മാറ്റർ എന്നുള്ള എസ്സേ ആണ്. ഈ എസ്സേയിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള ഒരു ക്രൈസിസ് തന്നെയാണ്. ഈ ഒരു ഗ്ലോബൽ ക്രൈസിസിൻ്റെ റീസൺ ആയിട്ട് നമുക്കൊരിക്കലും നമ്മളുടെ പരിസ്ഥിതിയുടെ ഫങ്ഷനിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. അതുമൂലമാണ് നമുക്കുണ്ടായതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം നമ്മളുടെ വാല്യൂ സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ എത്തിക്സിലാണ്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്നുള്ളത് നമ്മളുടെ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് തന്നെയാണ്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രോബ്ലംസുമുണ്ട്. ഈ പ്രോബ്ലംസിനെല്ലാം നമുക്ക് സിസ്റ്റമിക് പ്രോബ്ലംസ് എന്ന് വിളിക്കാം. Systemic problems means those problems that cannot be solved in isolation. ഒറ്റയ്ക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ, അതായത് ഒരു പ്രോബ്ലം അതിനെ നമുക്ക് ഒറ്റയ്ക്കായിട്ട് സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ സിസ്റ്റമിക് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഇഷ്യൂ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഹാസഡ്സ് നമ്മൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മറ്റനവധി പ്രോബ്ലംസ് അതിൻ്റെ താഴെയായിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാതെ നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, ഗ്ലോബൽ വാർമിങ്ങിലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അത് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, അത് സോൾവ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അത് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഐസൊലേഷനിൽ ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രോബ്ലംസും നമുക്ക് സിസ്റ്റമിക് പ്രോബ്ലംസ് എന്ന് വിളിക്കാം. ഈ സിസ്റ്റമിക് പ്രോബ്ലംസിൻ്റെ എല്ലാം ഉറവിടം എന്നുള്ളത് നമ്മൾ തന്നെയാണ്, ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. നമ്മളുടെ ഫൂളിഷ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്, പ്രകൃതിയോടുള്ള ഫൂളിഷ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് അതിൻ്റെ കാരണം. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് സെഷൻ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് ഇക്കോളജി. ഫസ്റ്റ് ലോ ഓഫ് ഇക്കോളജി ഫോർമുലേറ്റ് ചെയ്തത് ബാരി കോമണർ എന്നുള്ളൊരു ബയോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഫസ്റ്റ് ലോ ഓഫ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ എവ്രിതിങ് ഈസ് റിലേറ്റഡ് ടു എവ്രിതിങ് എൽസ്. ഈ വേൾഡിലുള്ള എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിലെ കണികകൾ മാത്രമാണ്. ഒന്നും ഒന്നിനേക്കാൾ വലുതുമല്ല, മറ്റൊന്നിനേക്കാൾ ചെറുതുമല്ല. എല്ലാവർക്കും തുല്യ സ്ഥാനമാണുള്ളത്. ഒരു കണിക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ആഡ്വേഴ്സായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പീഷീസിൻ്റെ വംശനാശം പോലും നമ്മളെ സാരമായി ബാധിക്കും. അതുതന്നെയാണ് റിച്ചാർഡ് ലീക്കി ഈ ഒരു എസ്സേയിലും പറയുന്നത്. സോ റിച്ചാർഡ് ലീക്കി, ഹി വാസ് എ കെനിയൻ പാലിയോ ആന്ത്രോപോളജിസ്റ്റ്, conservationist and chairman of Kenyan Wildlife Service. And this essay, Does It Matter? It is the last of the 14 chapters in Leakey's own book, The Sixth Extinction. അദ്ദേഹത്തിൻ്റെ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ എന്നുള്ള ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാനായിട്ടുള്ളത്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ അനഹിലേഷൻ, നാശം, വംശനാശം എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുന്നേ 5 എക്സ്റ്റിങ്ഷൻസ് കഴിഞ്ഞു. പല ഘട്ടങ്ങളിലായിട്ട്, പല രീതിയിലായിട്ട് 5 എക്സ്റ്റിങ്ഷൻസോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് 6ാമത്തെ എക്സ്റ്റിങ്ഷനാണ്. 6ാമത്തെ എക്സ്റ്റിങ്ഷനിൽ നശിക്കാൻ പോകുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നാണ് റിച്ചാർഡ് ലീക്കി പറയുന്നത്. ഈ എസ്സേ ബിഗിൻ ചെയ്തത് തന്നെ ഒരു ബെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു പന്തയം ആണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. ആ പന്തയം നടക്കുന്നത് ജൂലിയൻ എൽ സിമൺ എന്നുള്ള ഒരു പ്രൊഫസറും പോൾ എൽറിച്ച് എന്ന ഒരു ബയോളജിസ്റ്റും തമ്മിലാണ്. ആൻഡ് ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ദ സിമൺ എൽറിച്ച് വേജർ ഓർ സിമൺ എൽറിച്ച് ബെറ്റ്. And the origins of this wager can be traced back to the pages of Social Science Quarterly. Social Science Quarterly എന്നുള്ള മാസികയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ബെറ്റിനെ പറ്റിയെല്ലാം
വരുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്. റിച്ചാർഡ് ലീക്കി ഈ എസ്സേ തുടങ്ങുന്നത് തന്നെ ഈ സിമൺ എൽറിച്ച് വേജറിനെ പറ്റിയും സിമണും എൽറിച്ചും ഹെൽഡ് ചെയ്തിരുന്ന രണ്ട് ഒപ്പോസിങ് വ്യൂസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയെ പ്രിസർവ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഡിഫറെൻ്റായ വ്യത്യസ്തങ്ങളായ വ്യൂസ് അത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് എസ്സേ തുടങ്ങുന്നത്. ബോത്ത് സിമൺ ആൻഡ് എൽറിച്ച് ഹെൽഡ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദ നീഡ് ഫോർ പ്രിസർവിംഗ് ബയോഡൈവേഴ്സിറ്റി. എൽറിച്ച് പറയുന്നത് നമ്മളുടെ റിച്ച് ആയിട്ടുള്ള ബയോട്ട അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അത് നമ്മളെ പല രീതിയിൽ നമ്മളുടെ വെൽബീയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അത് സംരക്ഷിച്ച് പോരുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വവുമാണ്, അതേസമയം നമ്മളുടെ ആവശ്യവുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതായിരുന്നു പോൾ എൽറിച്ച് എന്നുള്ള ബയോളജിസ്റ്റിൻ്റെ വ്യൂ. അതേസമയം ജൂലിയൻ എൽ സിമൺ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതി എന്നുള്ളത് ഒരു അക്ഷയപാത്രത്തിനോട് സിമിലറാണ്. എത്ര നമ്മൾ എടുത്താലും തീരാത്തത്രയും ട്രഷേഴ്സ് അതിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തികച്ചും തെറ്റായ ഒരു വ്യാഖ്യാനമാണെന്നാണ് ഇവിടെ പോൾ എൽറിച്ച് പറയുന്നത്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള തെറ്റായ ധാരണകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എറണിയസ് ആയിട്ടുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്റും വ്യൂസും നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഇന്നും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പോൾ എൽറിച്ച് പറയുന്നത്. Some people seem to be least bothered about environmental issues, the need to preserve our rich biodiversity and its massive destruction and the time taken for regeneration. നല്ലൊരു ശതമാനം ആളുകൾക്കും വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരതേപ്പറ്റി ബോധേഡ് അല്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് നമ്മളുടെ പരിസ്ഥിതിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന പല സ്പീഷീസുകളും വർഗ്ഗങ്ങളും, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഈ മുറിവ് ഉണങ്ങാനായിട്ട് എടുക്കുന്ന ടൈം, ദ ടൈം ഫോർ റീജനറേഷൻ, ഹീലിംഗ്, ഇതേപ്പറ്റി ഒന്നും ധാരണയില്ലാത്തവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ബോധേഡാവേണ്ട ആവശ്യമില്ല എന്ന് വാദിക്കുന്നവർ. They even think that we need not have to be worried about all these issues. And Eldridge says that it is just a foolish thought. And it is similar to saying like people are less bothered about a catastrophic fire that can destroy the world's only genetic library, for they are unaware about the numerous valuable treasures embedded in it. At the same time, the scientists would keep on examining the matter at close quarters, checking its intensity and duration of the fire and its impacts. എൽറിച്ച് പറയുന്നത് മനുഷ്യർക്ക് അവൻ ബിലോങ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപ്പറ്റി നല്ല ബോധ്യമില്ലാത്തത് കൊണ്ട് അതേപ്പറ്റി ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അതേപ്പറ്റി ബോധേഡ് ആവാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, സയൻറ്റിസ്റ്റുകൾ. അവർ ആ പ്രശ്നം എക്സാമിൻ ചെയ്തുകൊള്ളും, അവരതിനു വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തിക്കോളും എന്നുള്ള നമ്മളുടെ പാസീവായിട്ടുള്ള ആ ഒരു അപ്രോച്ച്, അതിനെയാണ് അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും നമ്മളും അടങ്ങുന്ന ഈ ഒരു വെബ് ഓഫ് ലൈഫിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. ആൻഡ് എൽറിച്ച് ഹാസ് ഹിസ് ഓൺ analogy. He says that nowadays people seem to be less bothered about what happened around them. Just imagine if a giant asteroid is about to collide Earth. Of course, there may be a very small percentage of people who seem to be concerned about these, reflecting on the examples of such collisions that happened in the past, which led to mass extinctions. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽറിച്ച് ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഇമാജിൻ ചെയ്യുക, ഒരു ജയൻറ്റ് ആസ്ട്രോയിഡ്, അതായത് ഒരു കൊള്ളിമീൻ, അത് നമ്മളുടെ ഏർത്തിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അത് നമ്മൾ മിക്ക ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ്. ഒരു ജയൻ്റ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് നമ്മളെ ഏർത്ത് കൊളൈഡ് ചെയ്യാൻ വരുന്നു, പക്ഷേ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത് കൊണ്ട് ആ ഒരു കൊളീഷൻ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു കാറ്റസ്ട്രോഫി, ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് കാണാം വളരെ ചെറിയ ഒരു ശതമാനം മനുഷ്യർ മാത്രമാണ് ഇതേപ്പറ്റി ബോധേഡ് ആയിട്ടുള്ളവർ. വലിയൊരു ശതമാനവും ഇതേപ്പറ്റി ബോധേഡേ അല്ല. അങ്ങനെ ബോധേഡ് അല്ലാതിരിക്കുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ പ്രൊഫസർ ജൂലിയൻ എൽ സിമണെ പോലുള്ള ആൾക്കാരാണ്. എൽറിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഇൻസിഡൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇതുവരെ ഉണ്ടായ 5 എക്സ്റ്റിങ്ഷൻസിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ജയൻ്റ് ആയിട്ടുള്ള കാറ്റസ്ട്രോഫിക് കൊളീഷൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതേപ്പറ്റി നമ്മൾ വേണ്ടത്ര
അത്ര തന്നെ നമ്മൾ ബോധേഡ് ആവണം. അതുമാത്രമല്ല, ഏതെങ്കിലും വഴിയുണ്ട് ആ ആസ്ട്രോയിഡിൻ്റെ പാത്തിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും കൈക്കൊണ്ടേ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ എൽറിച്ച് പറയുന്നത്. ഇതെല്ലാം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്, നമ്മളുടെ നിലനിൽപ്പിൽ തന്നെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം നമ്മളുടെ ചെറിയ അശ്രദ്ധ പോലും, നെഗ്ലിജൻസ് പോലും വലിയ കാറ്റസ്ട്രോഫിക് റിസൾട്ട്സ് ഉണ്ടാക്കിയേക്കാം. നെക്സ്റ്റ് ലീക്കി പറയുന്നത്, നമ്മളുടെ അറ്റൻഷൻ അദ്ദേഹം അട്രാക്റ്റ് ചെയ്യുന്നത് 3 തലങ്ങളിലാണ് ഇക്കോസിസ്റ്റം നമുക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നതെന്ന് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് 3 മേജർ ഏരിയാസ് ആണ്. ഒന്ന് ഇക്കണോമിക് ആയിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഏരിയ. രണ്ടാമത്തത് ഇക്കോസിസ്റ്റം സർവീസസ്. മൂന്നാമത്തത് എസ്തെറ്റിക്. ഫസ്റ്റ് വൺ, അതായത് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വരുന്ന ലീക്കി പറയുന്നത്, we need to preserve our rich biodiversity, for the loss of diversity represents the loss of value. നമ്മളുടെ പരിസ്ഥിതി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യകത വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ലോസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാല്യൂ തന്നെയാണ്. നമ്മളുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഇക്കോളജിയിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതി നമുക്ക് തരുന്നതാണ് നമ്മളും ലൈഫിൽ അനുഷ്ഠിച്ചു പോരുന്നത്. പ്രകൃതിക്ക് ഇങ്ങോട്ടുള്ള കരുതൽ നമുക്ക് തിരിച്ചങ്ങോട്ടും ഉണ്ടാവണം. അതിനൊരു എക്സാമ്പിളാണ് നമ്മളുടെ എർത്തിന് ചുറ്റുമുള്ള ആ ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഓസോൺ പാളികൾ. പ്രകൃതിക്ക് നമ്മളോടുള്ള കെയറിൻ്റെ ഒരു ടെല്ലിങ് എക്സാമ്പിളാണത്. UV ലൈറ്റ്സ് നേരിട്ട് നമ്മളിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഷീറ്റ് പ്രകൃതി നിർമ്മിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ ഫലമായിട്ട് നമ്മൾ തന്നെ പ്രകൃതിയുടെ മേൽ ഏൽപ്പിക്കുന്ന ക്ഷതം, അതാണ് ഇന്ന് ഓസോൺ പാളികളിൽ സുഷിരമായിട്ട് വന്നിരിക്കുന്നത്. സോ പ്രകൃതി നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്ന കെയർ അല്ലെങ്കിൽ കരുതൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത്. അങ്ങനെ ഒരുപാട് വാല്യൂസ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് അതേ കെയർ കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരുമാണ്. സോ ഡിസ്കസിങ് ദ ഫസ്റ്റ് ലെവൽ, ദാറ്റ് ഈസ് ഇക്കണോമിക്, Leakey says that if certain animals and plants can be used as potential sources of new food, medicine and new materials, then the loss of that particular species reduces that particular potential. പ്രകൃതിയിലെ ഒരുപാട് റിസോഴ്സസ് ഹ്യൂമൻ ബീങ്സിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും നമുക്ക് നിത്യജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മെഡിസിൻസ്. പ്ലാന്റ്സിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മെഡിസിൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അതുപോലെ ആനിമൽസിൽ നിന്നും നമുക്ക് ഒരുപാട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ്, നമ്മൾ ഏറ്റവും ഡെയിലി ലൈഫിൽ നിന്നൊരു എക്സാമ്പിളാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അത് നമുക്ക് നിലനിൽപ്പിന് വളരെ ആവശ്യമാണെന്ന് പറയുന്നു. അതുപോലെ ഒരുപാട് എയിൽമെൻറ്റ്സ്, ഡെഫിഷ്യൻസിയിൽ നിന്നും മാൽന്യൂട്രീഷനിൽ നിന്നും ഉണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ക്യൂറാണെന്ന് പറയുന്നു. എന്നാൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? മെയിൻലി നമുക്കറിയാം ഫിഷ് ഓയിലാണ്. ഫിഷിൽ നിന്നാണിത് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ചില ഫുഡ്സ്, പ്ലാന്റ് ഡയറ്റിൽ നിന്നും നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഫിഷ് ഓയിലാണ് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു റിച്ച് സോഴ്സ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇമാജിൻ, ആ ഒരു റിച്ച് സോഴ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. മത്സ്യസമ്പത്ത് ഇല്ലാതെ വരുന്നൊരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെ നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്യുക? അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ആകും. ഇത് ആർട്ടിഫിഷ്യലി നിർമ്മിക്കാൻ നമ്മൾ ഫോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്, ഒരു സ്പീഷീസ് നമുക്ക് നഷ്ടമായാൽ നമുക്ക് നഷ്ടമാകുന്നത് ആ ഒരു പൊട്ടൻഷ്യലാണ്. ചെറിയ ഒരു സ്പീഷീസ് നഷ്ടമായാൽ പോലും നമുക്കത് നഷ്ടം തന്നെയാണ്. അത് നമ്മളെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് ലീക്കി ഇവിടെ പറയുന്നത്. Similarly, we can see that a number of vaccines are also derived from animals and other microorganisms. So, Leakey says that loss of any species would adversely affect the very existence of living beings. രണ്ടാമത്തെ ഡിസ്കഷൻ പോകുന്നത്, രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം സർവീസസ് ആണ്. We should realize that there do exist a symbiotic relationship between nature and natural beings. പ്രകൃതിയിൽ നമ്മൾ ഏത് ആസ്പെക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം, പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയുന്നത്. ഇതെല്ലാം
various ecosystem services an example ആണ്. An interacting network of plants and animals is important for sustaining the chemistry of atmosphere and soil. അതിന് ഏറ്റവും ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളുടെ കണ്ടൽക്കാടുകൾ, മാൻഗ്രൂവ് ഫോറസ്റ്റ്. മാൻഗ്രൂവ് ഫോറസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പല രീതിയിലാണ് നമ്മളുടെ പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊരു പ്രൊട്ടക്റ്റീവ് ഷീതായിട്ടത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സൈക്ലോൺസിൽ നിന്നും മറ്റ് നാച്ചുറൽ കലാമിറ്റീസിൽ നിന്നും നമ്മളെ ഒരു പരിധി വരെ അതിനാലാവുന്ന രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെറൈൻ ലൈഫിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്, ഒരു ഹാർബർ തന്നെയാണ്. അതുപോലെ ഒരുപാട് ജീവജാലങ്ങൾക്കത് ഷെൽട്ടറും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട സ്പീഷീസുകളിൽ ഒന്നാണ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ്. സിമിലർ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം സർവീസസ് നമുക്ക് കാണാൻ കഴിയുന്നത് നാച്ചുറൽ ഫെർട്ടിലൈസേഷനിലാണ്. പോളിനേഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്, ഓൾസോ ബൈ ആനിമൽസ്. അപ്പം അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ ബൈ വേരിയസ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിലും ഓരോ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് അതിൻ്റെ ഡ്രോപ്പിങ്സിലൂടെ പലയിടത്തും അത് ഡിസ്പേഴ്സ്ഡായി അങ്ങനെ ആ ഒരു ട്രീയുടെ അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ടിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു വംശവർദ്ധനവിന് ആ ബേർഡ്സ് അല്ലെങ്കിൽ ആനിമൽസ് ഒരു ഭാഗമാകുന്നു. അതെല്ലാം വേരിയസ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം സർവീസാണ്. ഇക്കോസിസ്റ്റത്തിൽ തന്നെ ഉള്ള സർവീസസിൽ പെടുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്പീഷീസിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇക്കോസിസ്റ്റം സർവീസസും നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഓരോ സ്പീഷീസും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഓരോ മൂല്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലെവൽ വരുന്നത്. If a rich diversity of species pleases our senses, then the loss of any would definitely affect the value system. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ തന്നെ പറയുന്നുണ്ട്, ചില ജീവജാലങ്ങൾ, ചില ബേർഡ്സ്, ചില ഇൻസെക്ട്സ്, ഈവൻ ചില പ്ലാന്റ്സ് നമ്മളുടെ സെൻസസിനെ ഒരുപാട് അപ്പീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നെല്ലാം അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സിൻ്റെ പ്ലൂംസ്, ഫെതേഴ്സ്, അല്ലെങ്കിൽ ചില ഇൻസെക്ട്സിൻ്റെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ്, ഇതെല്ലാം നമുക്ക് പല രീതിയിലാണ് നമ്മളുടെ സെൻസസിനെ അപ്പീൽ ചെയ്യുന്നത്. ചിലത് നമ്മളുടെ കാഴ്ചയ്ക്കൊരു അങ്ങേയറ്റം അപ്പീലിംഗ് ആയിട്ടുള്ളതാണ്. ചിലത് നമ്മൾക്ക് ചില ബേർഡ്സിൻ്റെ ചെർപ്പിംഗ് അല്ലെങ്കിൽ വോയിസ് അത് നമ്മുടെ കാതുകൾക്ക് ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ എസ്തെറ്റിക് സെൻസസ് അല്ലെങ്കിൽ എസ്തെറ്റിക് പ്ലെഷറും നമുക്ക് ഇതുപോലുള്ള സ്പീഷീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ബേർഡ് വാച്ചിങ് എന്നുള്ള ഹോബി. ബേർഡ് വാച്ചിങ്ങിൽ നിന്നൂടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു പ്ലെഷർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ബേർഡ്സ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്, വാച്ച് ചെയ്യാനായിട്ട് ബേർഡ്സ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു വിനോദം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്പീഷീസിൻ്റെയും നഷ്ടം എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂവിൻ്റെയും നഷ്ടം കൂടിയാണ്. അത് ഈ 3 തലങ്ങളിലായിട്ടാണത് നമ്മുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഡു വി നീഡ് ഓൾ ദി സ്പീഷീസ് of our rich biodiversity for satisfying the above mentioned 3 aspects, or can some be lost without harm? ഇപ്പോൾ ചോദ്യം വരുന്നത് എവിടെയാണ്, നമുക്ക് ഈ പറയുന്ന എല്ലാ സ്പീഷീസിനെയും നമുക്ക് ആവശ്യമുണ്ടോ? കാരണം ആസ് ഫർ ആസ് ഹ്യൂമൻ ബീങ്സ് ആർ കൺസേൺഡ് ഈ നേരത്തെ പറഞ്ഞ 3 തലങ്ങളിലായിട്ടാണ് നമ്മൾക്ക് പ്രകൃതിയെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഈ ലോകത്തുള്ള എല്ലാ സ്പീഷീസിനെയും സംരക്ഷിച്ച് പോരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതിനെ മാത്രം നമ്മൾ സംരക്ഷിച്ചാൽ പോരെ? അവിടെ ലീക്കി പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഒരുപാട് നമ്മളുടെ ഇടയിലുണ്ട്. നമുക്ക് എല്ലാവരെയും ആവശ്യമാണ്, എല്ലാത്തിനെയും നമുക്ക് ആവശ്യമാണ്. സൈമനെ പോലുള്ള ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ല, അത് ഫൂളിഷാണ്, ഇറ്റ് ഇസ് ഫുളിഷ് ടു പ്രിസർവ് ദി എൻറ്റയർ ബയോട്ട ഫോർ ദി എബവ് മെൻഷൻഡ് 3 ലെവൽസ്. കാരണം സിമിനെ പോലുള്ളവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അങ്ങനെയുള്ളവരുടെ പ്രിൻസിപ്പൽ മെഷേഴ്സ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി ഇക്കണോമിക് ആയിരിക്കും. അതിനൊരു തെളിവും ലീക്കി പറയുന്നുണ്ട്. സിമൻ റീസെൻ്റ്ലി ഒരു ഡിബേറ്റിൽ റേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, റീസെൻറ്റ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ലൈക്ക് സീഡ് ബാങ്ക്സ് ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഹാവ് ഡിമിനിഷ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നമുക്ക് വന്നതോടുകൂടി നമ്മളിപ്പോഴും ഓരോ സ്പീഷീസിനെയും അതിൻ്റെ നാച്ചുറലായിട്ടുള്ള
എൻവയൺമെൻറ്റിൽ സംരക്ഷിച്ച് പോരേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിലും നമുക്കതിനെ മാനുഫാക്ചർ ചെയ്തെടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ലീക്കി പറയുന്നത് അത് അങ്ങേയറ്റം ഫുളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അതിനോട് എനിക്ക് എഗ്രി ചെയ്യാൻ സാധിക്കില്ല. ഐ കനോട്ട് എഗ്രി വിത്ത് ദാറ്റ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതലും എഗ്രി ചെയ്യുന്നത്, ലീക്കി പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നത് സിമണേക്കാൾ കൂടുതൽ ഇക്കോളജിസ്റ്റായ ലേ കഫ്മാൻ്റെ വാക്കുകളോടാണ്. According to Kaufman, destruction of a particular species may result in wiping away of a whole species of plants, birds or animals and ultimately human beings. നമ്മൾ അറിയുന്നില്ല, ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ വംശനാശം പോലും ഗ്രാജുവലി വോൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ അവസാനം ഹ്യൂമൻ ബീയിങ്സിൻ്റെയും നാശത്തിലേക്ക് നയിക്കാൻ കേപ്പബിളായ ഒന്നാണ്. അതിൻ്റെ റീസൺ നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ബിക്കോസ് എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് എൽസ്. സോ വി റിസ്ക് ഇറോഡിങ് ദ ഹ്യൂമൻ സോൾ ബൈ അലോവിങ് ദ ഇറോഷൻ ഓഫ് ദ റിച്ച് ബയോഡൈവേഴ്സിറ്റി അറൗണ്ട് us. അതിന് കഫ്മാൻ പറയുന്ന മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. അമേരിക്കയിൽ വംശനാശം നേരിട്ട 2 സ്പീഷീസുകളാണ്. ഒന്നൊരു ബേർഡാണ്, ഒന്നൊരു പ്ലാന്റ് വെറൈറ്റിയാണ്. പാസഞ്ചർ പിജൻ എന്ന് പറഞ്ഞിട്ടൊരു ബേർഡാണ്. അത് എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കൻ ചെസ്നട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീ ആണ്. ചെസ്നട്ട് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഡ്രൈ ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഈ ട്രീസ് നമുക്കറിയാം 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലായിട്ട് ഒരുപാട് അത് മനുഷ്യർ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ വംശം ഇല്ലാതായിപ്പോയത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അമേരിക്കയിലെ പരിസ്ഥിതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് മൂലം ശരിക്കും അമേരിക്കയിലെ പരിസ്ഥിതിയുടെ ഒരു വലിയ ഒരു ഭാഗം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത്. അല്ലെങ്കിൽ പാർട്ട് ഓഫ് അമേരിക്കൻ സോൾ ഇസ് റിമൂവ്ഡ് അലോങ് വിത്ത് ദ റിമൂവൽ ഓഫ് ദീസ് 2 സ്പീഷീസ് എന്നാണ് ലേ കഫ്മാൻ പറഞ്ഞത്. ഇവിടെ ലീക്കിയും അദ്ദേഹത്തോട് അഗ്രി ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ലീക്കി ഒപ്പോസസ് സിമൺസ് വ്യൂ, that is by using artificial methods and technological aids, human can derive things which we get from natural world naturally. അതുപോലെ തന്നെ ലീക്കി പറയാണ്, ലീക്കി ഓപ്പോസ് ചെയ്യാണ് സിമൻ്റെ വ്യൂ. അതായത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ആർട്ടിഫിഷ്യലി നിർമ്മിച്ചെടുക്കാം എന്നുള്ള ആ ഒരു വ്യൂ ഞാൻ എതിർക്കുന്നു എന്നാണ് ലീക്കി പറയുന്നത്. സോ ഹിയർ ലീക്കി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദീസ് ടെക്നോളജീസ് ലൈക്ക് സീഡ് ബാങ്ക് ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് can be used as supplements. സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഒരിക്കലും പക്ഷേ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല. ഓൾസോ സിമൻ സെഡ് ദാറ്റ് നേച്ചർ ഹാസ് സീസ്ലെസ് ട്രെഷർ ഓഫ് റിസോഴ്സസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അതുപോലെ സിമൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുത്താലും അതിന് അറുതി ഉണ്ടാവില്ല. എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് എടുക്കാം, കാരണം അത്രത്തോളം ട്രെഷേഴ്സ് ഉണ്ട് പ്രകൃതിയിൽ. പക്ഷെ അതും തെറ്റായ ധാരണയാണ്. നമ്മൾ എടുക്കും തോറും വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലീക്കി പറയുന്നത് അത് തെറ്റായ ധാരണയാണ്. കാരണം ദർ ഇസ് സംതിങ് കോൾഡ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് നേച്ചർ. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി നേച്ചറിൽ നിലനിൽക്കുന്നുണ്ട്. എടുക്കുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലിവിങ് സ്റ്റൈലാണ് വേണ്ടത്. സസ്റ്റൈനബിൾ ലിവിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ. നമുക്ക് പറഞ്ഞിട്ടുള്ള വിഭവങ്ങൾ മാത്രം യൂസ് ചെയ്ത് നമ്മൾ ജീവിക്കുക. വരാനിരിക്കുന്ന തലമുറയുടെ വിഭവങ്ങൾ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുക. വി ഷുഡ് പ്രിസർവ് സംതിങ് ഫോർ പോസ്റ്ററിറ്റി. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻട്രാക്ഷൻ ആർ പ്രസൻറ്റ് among all organisms from fungi that nurtures the health of plant rootlets to the cycles of water, oxygen and carbon dioxide. And this is an example of the ecosystem service. They represents the stability and health that emerge from the entire biota of the earth that is functioning as a complex dynamic system. ശരിക്കും പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ ഒരു വെബ് ഓഫ് ലൈഫാണ്. അതിൽ ഹ്യൂമൻ ബീയിങ്സും പാർട്ട് തന്നെയാണ്. ആ വെബ് ഓഫ് ലൈഫിലെ എല്ലാ സ്ട്രാൻഡ്സും കണികകളും തമ്മിൽ എന്താണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പരിസ്ഥിതി നിലനിന്ന് പോവുകയുള്ളൂ എന്നാണ് റിച്ചാർഡ് ലീക്കി പറയുന്നത്. ആൻഡ് ലീക്കി സേസ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അവർ ഇഗ്നറൻസ് അബൌട്ട് ദ വേൾഡ് അപ്പോൺ വിച്ച് വി ലിവ് ഇസ് ഫ്രസ്ട്രേറ്റിംഗ്ലി ലാർജ് ആൻഡ് അവർ വറീസ് ആർ ദ ബെസ്റ്റ് റിപ്രസെൻറ്റേഷൻ ഓഫ് ആർ ഇഗ്നറൻസ്. പക്ഷെ നമുക്കിപ്പോഴും ഉള്ളത് ഇതേപ്പറ്റിയെല്ലാം തെറ്റായ ധാരണകൾ മാത്രമാണ് നമുക്കുള്ളത്. ആൻഡ് വി ഹാവ് ഇൻ മൈൻഡ് സർട്ടൻ ക്വയറീസ്. നമ്മളുടെ ഉള്ളിൽ
ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്. ക്യാൻ ദി ഇക്കോസിസ്റ്റം ബി റെഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ എലിമിനേറ്റിംഗ് എ പ്രൊപ്പോർഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് സ്റ്റിൽ ഫങ്ഷൻ ഇഫക്റ്റീവ്ലി? അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സ്പീഷീസിനെ മാത്രം പ്രിസർവ് ചെയ്തുകൊണ്ട്, അതേസമയം കുറേ സ്പീഷീസുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ പഴയതുപോലെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുമോ? രണ്ടാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഓർ ക്യാൻ വി ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ആൻഡ് പ്രിസർവ് ദെം എലോൺ ആൻഡ് റിമൂവ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് ആൻഡ് സ്റ്റിൽ ഫങ്ഷൻ നോർമലി? അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസിനെ, സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മാത്രം പ്രിസർവ് ചെയ്തു, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോർമലി ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. ഇതിനെയെല്ലാം നമ്മളുടെ ഇഗ്നറൻസിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. ഹ്യൂമൻ ബീങ്സ് എത്രത്തോളം ഫുളിഷ് ആണ്, അബ്സേർഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ചോദ്യങ്ങൾ. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയെ ബാധിക്കുന്നതെല്ലാം അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ ബീങ്സിനും ബാധകമാണ്. ത്രൂ കണ്ടിന്യൂസ് റൂത്ത്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എ റിച്ച് ബയോഡൈവേഴ്സിറ്റി വി ആർ ഇൻഡീഡ് പുഷിംഗ് അവർ നാച്ചുറൽ വേൾഡ് ഓവർ എ ത്രെഷോൾഡ് ബിയോണ്ട് വിച്ച് ഇറ്റ് മൈറ്റ് ബി അണേബിൾ ടു സസ്റ്റെയിൻ ആൻഡ് അൾട്ടിമേറ്റ്ലി അണേബിൾ ഫോർ ഹ്യൂമൻ ബീങ്സ് ടു. നിരന്തരമായി നമ്മൾ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴി, നമ്മൾ പ്രകൃതിയുടെ റിച്ച് ആയിട്ടുള്ള റിസോഴ്സസിനെ നശിപ്പിക്കുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേച്ചറിനെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ നേച്ചറിനെ പുഷ് ചെയ്യുകയാണ്. പുഷ് ചെയ്യുന്നത് നേച്ചറിനെ മാത്രമല്ല, നമ്മളെയും ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം നേച്ചറിൽ എന്ത് സംഭവിക്കുന്നു അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇൻഡയറക്ട്ലി വി ബിക്കം ബോത്ത് ഏജൻറ്റ്സ് ആസ് വെൽ ആസ് വിക്ടിംസ് ഓഫ് ദ 6th എക്സ്റ്റിങ്ഷൻ. അറിഞ്ഞോ അറിയാതോ നമ്മളും എന്താണ്, ഈ 6th എക്സ്റ്റിങ്ഷൻ, 6ാമത്തെ എക്സ്റ്റിങ്ഷൻ, അതിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഏജൻസ് ആയിട്ട് മാറുകയാണ്. ഒരേ സമയം ഏജൻസും ഒരേ സമയം അതിൻ്റെ ഇരയുമായി മാറുന്ന ഒരു സ്പീഷീസേ ഉള്ളൂ, അത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. സോ ഫസ്റ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ആർ റിയൽ പ്രോബ്ലം. എന്താണ് നമ്മളുടെ പ്രശ്നം? നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻറ്റേർഡ്നെസ് ആണ്. We human beings are only bothered about the present. We only look at the world around and find it difficult to encompass change over great periods of time. But we need to have a perspective of time in order to see where our future as a species lies. As far as human beings are concerned, we are only bothered about the present. ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി മാത്രമേ നമുക്ക് ബോധമുള്ളൂ. ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് കരുതലില്ല. ഫ്യൂച്ചറിൽ നമ്മളുണ്ടോ? എവിടെയാണ് നമ്മളുടെ സ്ഥാനം? നമ്മളുണ്ടാവുമോ? ഇതേപ്പറ്റി ഒന്നും നമ്മൾ ബോധേഡല്ല. ലീക്കി പറയുന്നത് നമ്മൾക്ക് ആ ഒരു ബോധം ആവശ്യമാണ്. കാരണം ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ലീക്കി പറയുന്നത് നമ്മൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഫോസിൽ റെക്കോർഡ്സിൻ്റെ സഹായം കൊണ്ട് നമുക്ക് പാസ്റ്റിനെ ഒന്ന് റിട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കാം. പാസ്റ്റിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരുപാട് എക്സ്റ്റിങ്ഷൻസ് നടന്നു. അതിൻ്റെയൊക്കെ സ്വഭാവം എന്തായിരുന്നു? നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തതായിട്ടുള്ള ടൈം, അതേപ്പറ്റി നമുക്കൊരു ജ്ഞാനം കിട്ടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ തരുന്ന ഒന്നാണ് ഈ ഫോസിൽ റെക്കോർഡ്സ്. അതുകൊണ്ട് തന്നെ ഫോസിൽ റെക്കോർഡ്സ് അങ്ങേ അറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഇഫ് യു ലുക്ക് ബാക്ക് വി കൻ സീ ദാറ്റ് ദ മേജർ catastrophic collapses of biodiversity occurred frequently and they were irreversible as well as unpredictable. From that it is clearly evident that species and various communities of which we are also part of are not perpetually resilient to external agents of destruction. We are vulnerable and can disappear at any time and be lost forever. പാസ്റ്റിലേക്ക് നോക്കി നമുക്ക് കാണാം, നമ്മളെപ്പോലെ സിമിലറായിട്ട് ഒരുപാട് ജീവജാലങ്ങൾ വംശനാശം നേരിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയവരുണ്ട്. ഇപ്പോൾ 6th എക്സ്റ്റിങ്ഷനിൽ നമ്മളാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിലേക്ക് നോക്കി നമുക്കറിയാം ഒരുപാട് സ്പീഷീസ് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഒന്നുമല്ല, അല്ലെങ്കിൽ പെർപ്പച്വലി ഇമ്മ്യൂൺ ഒന്നുമല്ല. എന്നേക്കുമായി നമുക്കിതുപോലുള്ള കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള കൊളാപ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. എക്സ്റ്റേണൽ ഏജൻറ്റ്സ് ഓഫ് ഡിസ്ട്രക്ഷനെ നമുക്ക് തടുത്ത് നിർത്താനായിട്ട് നമ്മൾക്ക് യാതൊരുവിധ കഴിവും നമുക്കില്ല. ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, മോർട്ടൽസ്. നമ്മളും വൾണറബിളാണ്. നമ്മളും ഒരു നാൾ തുടച്ചു മാറ്റപ്പെട്ടേക്കാം. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മളെ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റപ്പെട്ടേക്കാം. And we always tend to blame external agents like extraterrestrial objects and global changes of various kinds for these catastrophic collapses of our rich biota. ഇനി ഇതുപോലൊരു എക്സ്റ്റിങ്ഷൻ വന്നാൽ, അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്റ്റിങ്ഷനെ എല്ലാം
നമ്മൾ അതിൻ്റെ കുറ്റമെല്ലാം ചുമത്തുന്നത് നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ മേലാണ്. നേരത്തെ പറഞ്ഞ ആസ്ട്രോയിഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലോബൽ ചേഞ്ചസ്, അതിനെയൊക്കെയാണ് നമ്മൾ കുറ്റം ചാർത്തി കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, നമ്മളാണ് ഈ ദുരന്തത്തിൻ്റെ എല്ലാം പൊട്ടൻഷ്യലായിട്ടുള്ള ഏജൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ഈ ഒരു ക്രൂരതയുടെ റിഫ്ലക്ഷനാണ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ അനുഭവിച്ചു വരുന്ന പല രീതിയിലുള്ള എൻവയൺമെൻറ്റൽ ക്രൈസിസ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഏജൻസ് എന്നുള്ള കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. The ruthless cutting of tropical rainforest and encroachment on wild habitats are evidences of the same. ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിട്ട് നമുക്ക് പല രീതിയിലുള്ള കാറ്റസ്ട്രോഫിക് കൊളാപ്സസ് നമുക്കുണ്ടാകുന്നു. ഈ ഫോസിൽ റെക്കോർഡ്സ് നമ്മളെ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് us to show that life on earth has never been a static phenomena but rather a dynamic one. ഫോസിൽ റെക്കോർഡ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഭൂമിയിലെ ലൈഫ് എന്നുള്ളത് ഒരിക്കലും സ്ഥായിയായ ഒന്നായിരുന്നില്ല, പകരം അത് ഡൈനമിക് ആയിട്ടുള്ള ഒന്നായിരുന്നു. We can also see the permanent loss of certain species as well as ecosystem resulting in vanishing of unique genetic packages from Earth, thereby terminating the continuous chain of genetic links. ചില സ്പീഷീസ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു തന്നെയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ ആ ഒരു ചെയിൻ മുറിഞ്ഞു പോവുകയാണ്. ആ ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിലെ ചെയിൻ അവിടെ മുറിഞ്ഞു പോവുകയാണ്. ആ ഗ്യാപ്പ് ഒരിക്കലും നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് വി ആർ ഇൻഡീഡ് ടെർമിനേറ്റിംഗ് ദ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ജനറ്റിക് ലിങ്ക്സ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലി ആയിട്ടാണെങ്കിലും കളക്റ്റീവ്ലി ആയിട്ടാണെങ്കിലും ഈ ദുരന്തങ്ങൾക്കെല്ലാം റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ, എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി ചില വിഭാഗം ആൾക്കാരുണ്ട്, ആൻറ്റി അലാമിസ്റ്റുകൾ. അവർക്കിതൊന്നും തന്നെ ബാധകമല്ല. അവർ ഈ വെബ് ഓഫ് ലൈഫിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പ്രകൃതിയെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ദി ആൻറ്റി അലാമിസ്റ്റ് ഷെൽ നെവർ അഡ്മിറ്റ് ദ ഫാക്ട് ദറ്റ് we are part of the great web of life, and they shall never promote the Save the Species campaign, for they consider it as a total waste of time, work and money. അതുപോലെ തന്നെ സ്പീഷീസുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വേസ്റ്റ് ഓഫ് ടൈം, ഇഫേർട്ട് ആൻഡ് മണി മാത്രമാണ്. അവരുടെ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബയസ്ഡ് ആണ്. അതുമാത്രമല്ല, സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഫാക്ട്സും ഗസ് വർക്കും മാത്രമാണ് അവർക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഓരോ സ്പീഷീസിൻ്റെയും നാശത്തിന് പിന്നിൽ അവർക്ക് ഓരോ ഗസ് വർക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ ഓരോ തിയറീസ് പറയാനുണ്ട്. ഇപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 10 മില്യൺ ഇയേഴ്സ് വരെയാണ്, അതിനുശേഷം അതുണ്ടാവില്ല എന്നവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ലീക്കി പറയുന്നത് അബ്സേർഡ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. ഒരു നാൾ മനുഷ്യൻ മരിക്കുമെന്ന് കരുതി ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ ഒരു അസുഖം വന്നാൽ, സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നാൽ അത് ചികിത്സിക്കാതിരിക്കുന്നതിനോട് തുല്യമായിട്ടുള്ള ഫൂളിഷ്നെസ് ആണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സ്പെക്കുലേറ്റീവ് സയൻറ്റിഫിക് ഫാക്ട്സ്. എന്നാണെങ്കിലും മനുഷ്യൻ മരിക്കാനുള്ളതാണ് എന്ന് കരുതി ചെറുപ്പത്തിൽ വരുന്നൊരു അസുഖം നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. സ്പീഷീസ് 1 അല്ലെങ്കിൽ 10 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞ് അത് എന്നേക്കുമായി ഇല്ലാതാകും എന്ന് കരുതി നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട എന്നൊരർത്ഥം അതിനില്ല. The second message that the fossil records give is that evolution is a wondrously and powerfully creative process. It has a regenerative power. After each extinction, nature endows species with new abilities, especially with Homo sapiens, a transformation of the dominant form of life. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് ഫോസിൽ റെക്കോർഡിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പവർഫുൾ ആയിട്ടുള്ളതും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് മുറിവുണക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓരോ എക്സ്റ്റിങ്ഷന് ശേഷവും പ്രകൃതി ഓരോ സ്പീഷീസിനും പുതിയ പുതിയ എബിലിറ്റീസ് കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ ഹ്യൂമൻ ബീയിങ്സും ഇന്നീ കാണുന്ന നിലയിൽ ഇവോൾവ്ഡ് ആയത്. മാസ് എക്സ്റ്റിങ്ഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ അത് സഡൻ ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു വേരിയസ് കോസസ് ലൈക്ക് ആസ്ട്രിയോഡ് ഇമ്പാക്ട് ഓർ വാട്ട് എവർ. ബട്ട് റിക്കവറി ഇസ് സ്ലോ. എക്സ്റ്റിങ്ഷൻ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, പല ഏജൻസ് മൂലം സംഭവിക്കാം. പക്ഷേ അതിൽ നിന്നുള്ള റിക്കവറി എന്ന് പറഞ്ഞാൽ, തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ വി ഹ്യൂമൻസ് ഹാസ് ബീൻ ഹിയർ ഫോർ around millions of years, and we might look forward it to a further million years too. And at some point in future, there might occur a giant asteroid or comet collision which can instantly extirpate the majority of Earth species
ഈവൻ ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഇപ്പം നമ്മളിവിടെ ഹ്യൂമൻ ബീയിങ്സ് ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുറച്ച് നാളുകൂടെ ജീവിച്ചിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതുപോലുള്ളൊരു ജയൻറ്റ് ആസ്ട്രിയോഡ് കൊളീഷൻ കൊണ്ട് ഹ്യൂമൻ ബീയിങ്സ് തന്നെ ഇല്ലാതായേക്കാം. ഇനി അങ്ങനെ ഒരു കാറ്റസ്ട്രോഫി ഉണ്ടായിട്ട് ഏതെങ്കിലും ചാൻസിൽ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ് എസ്കേപ്പ് ചെയ്താൽ പോലും അവനൊരിക്കലും ഐസൊലേഷനിൽ ജീവിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യന് മറ്റ് ജീവജാലങ്ങളുടെയും ആവശ്യമുണ്ട് ജീവൻ മുന്നോട്ട് നിലനിർത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. കാരണം എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് എൽസ്. മെനി ഓഫ് us can't even think about a time or imagine a time without human beings. നമ്മളുടെ ഇമാജിനേഷനിൽ പോലും ഇല്ല, ഹ്യൂമൻ ബീയിങ്സ് ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി നമ്മുടെ ഇമാജിനേഷനിൽ പോലും ഇല്ല. ഫൂൾസ് ആയിട്ടുള്ള നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു കാലം വരില്ല. ഏർത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ നേരെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ സ്പേസ് ട്രാവൽ പോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ അന്യഗ്രഹങ്ങളിൽ പോയി നമ്മൾ താമസിക്കാൻ തുടങ്ങും. ഇതെല്ലാം ലീക്കി പറയുന്നത് ഇതൊക്കെ മിയർ ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി മാത്രമാണ്, നമ്മളുടെ ഭാവന മാത്രമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല നമ്മളുടെ ഫൂളിഷ് ആയിട്ടുള്ള ചിന്താഗതിയാണത് വ്യക്തമാക്കുന്നത്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സ് ആണ് എല്ലാത്തിൻ്റെയും മീതെ, എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണെന്നുള്ള ആ ഒരു ആരോഗൻ്റ് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഉടലെടുത്ത് വരുന്ന ഫൂളിഷ് ആയിട്ടുള്ള ചിന്തകളാണിതെല്ലാം. ലീക്കി പറയുന്നത് അതുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ ഫാക്ട്. വി ടു ഷാൽ പെറിഷ് വൺ ഡേ. നമ്മളും ഒരു നാളില്ലാതെയാവും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഈ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി. പ്രകൃതിയിലുള്ള ഏക സെൻഷ്യൻ്റ് ആയിട്ടുള്ള ക്രീച്ചർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. വി ഹാവ് എ ഡ്യൂട്ടി ദാറ്റ് ഇസ് ടു പ്രൊട്ടക്റ്റ് ദ ലൈഫ്സ് ഓഫ് ഓൾ ഓഫ് എർത്ത് സ്പീഷീസ്. ഏർത്തിലുള്ള എല്ലാ സ്പീഷീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആയ രീതിയിൽ നിന്ന് എഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. ആന്ത്രോപ്പോ സെൻറ്റേർഡ് വ്യൂ അല്ല നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഷാലോ ഇക്കോളജിക്കൽ വ്യൂ അല്ല നമുക്ക് വേണ്ടത്. ഷാലോ ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രകൃതിയെ കാണുന്നത് ഒരു ഭോഗവസ്തുവായിട്ടാണ് കാണുന്നത്. നിരന്തരമായി നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഓരോ വസ്തുക്കൾ കൺസ്യൂം ചെയ്യുന്നു, പക്ഷേ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രകൃതിയെ നോക്കിക്കാണുന്നത് ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ആണ്. അവിടെ മനുഷ്യനിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, മറ്റ് ജീവജാലങ്ങളെ അവൻ ഇഗ്നോർ ചെയ്യുന്നു. അതിനെ നമ്മൾ ഷാലോ ഇക്കോളജിക്കൽ വ്യൂ അല്ലെങ്കിൽ ആന്ത്രോപ്പോസെൻട്രിക് വ്യൂ എന്ന് പറയും. അതിൽ നിന്ന് മാറി നമുക്ക് വേണ്ടത് ഡീപ്പ് ഇക്കോളജിക്കൽ വ്യൂ ആണ്. ഡീപ്പ് ഇക്കോളജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ എക്കോസെൻട്രിസമാണ്. ഇക്കോളജിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനുഷ്യനും ആ ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, പ്ലേസിങ് ആർ സെൽസ് വിതിൻ ദറ്റ് ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫ്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥാനമാണുള്ളത്. സോ ലൈക്ക് ഓൾ ദോസ് previous biological catastrophes, the sixth extinction is also going to be catastrophic. It might wipe out the most vulnerable and those with a large body size. ഇതുവരെ ഉണ്ടായ 5 എക്സ്റ്റിങ്ഷൻസ് പോലെ തന്നെ ഇനി 6ാമത്തതും വരും. അതുടനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അത് ആ ഒരു എക്സ്റ്റിങ്ഷനിൽ ചിലപ്പോൾ പ്രകൃതിയിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളതും ബോഡി സൈസ് കൂടിയതുമായിട്ടുള്ള ജീവജാലങ്ങളായിരിക്കും പെരിഷ് ചെയ്യാൻ പോകുന്നത്. And gradually after 5 or 20 million years, Earth will start to take care of itself. ജീവജാലങ്ങളൊന്നുമില്ലാതെ Earth തനിയെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങും. ഹ്യൂമൻ ബീയിങ്സ് ഇല്ലാതെയും ഒരുപക്ഷെ Earth മുന്നോട്ട് പോയേക്കാം. And time will gradually clear the very human impact. മനുഷ്യൻ പ്രകൃതിയുടെ മേലുണ്ടാക്കിയിട്ടുള്ള പല ഇമ്പാക്റ്റുകളും പ്രകൃതി തനിയെ അത് അല്ലെങ്കിൽ കാലം തനിയെ അത് നീക്കിക്കൊള്ളും. ബട്ട് ദിസ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് പ്രിസർവിംഗ് ദി എർത്ത് ഇഫ് ദിസ് ഇസ് ടു ഹാപ്പൻ ഫോർ ഷുവർ എന്ന് കരുതി ഇങ്ങനെയെല്ലാം ഒരു നാൾ സംഭവിക്കും, മനുഷ്യനും ഒരു നാൾ മരിക്കും, മനുഷ്യവർഗമേ ഉണ്ടാവില്ല എന്ന് കരുതി നമ്മൾ ഇപ്പോൾ തന്നെ പ്രകൃതിയെ നമ്മൾ അതുകൊണ്ട് സംരക്ഷിക്കേണ്ട എന്നുള്ളൊരു വ്യൂ അല്ല ഇവിടെ ലീക്കി മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രകൃതി ആവശ്യമാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ പ്രകൃതിയിൽ ഉത്ഭവിച്ചത് തന്നെ ഒരു ആക്സിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയുടെ മേൽ അവകാശങ്ങളോ വാദങ്ങളോ ഒന്നുമില്ല. വി ഷുഡ് ദെയർഫോർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇൻ്റർകണക്റ്റഡ്നെസ് ആൻഡ് ഇൻ്റർഡിപെൻഡൻസ് ഓഫ് ബീയിങ്സ് ഓഫ് നേച്ചർ ഡു എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഇൻ്റർകണക്റ്റഡ്നെസ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ. And it is our duty to protect and not to harm them. ഒരു ജീവജാലങ്ങളെ നമ്മൾ ഹാം ചെയ്യാൻ പാടില്ല, പകരം നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്.
സോ വി ഷുഡ് ഓൾസോ ഹാവ് എ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് എർത്ത്. അതിന് നമുക്ക് വേണ്ട ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് വ്യൂ ആണ്. ഹോളിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ എർത്ത് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് ആൻഡ് ourselves as a part of the whole unit. അതായത് ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫ്, നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിലെ ഒരു ഭാഗമാണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നത് ആ ഗ്രേറ്റ് വെബ് ഓഫ് ലൈഫിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രാൻഡായിട്ടാണ്, ഒരു കണികയായിട്ടാണ്. ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു വ്യൂ ആണ് നമുക്ക് പ്രകൃതിയോട് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളും കൂടെ ഭാഗമായിട്ടുള്ള ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവുകയുള്ളൂ. ആൻഡ് വി ഷുഡ് ബി അവെയർ ഓഫ് ദ ട്രൂത്ത് ദാറ്റ് എർത്ത് ഡസ് നോട്ട് ഗിവ് us ലൈസൻസ് ടു ഡു വാട്ട് എവർ വി ചൂസ്. അത് മാത്രമല്ല, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്, പ്രകൃതി നമുക്ക് എന്ത് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ അത് എൻഡ്ലെസ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ലീക്കി പറയാണ്, ഒരു പരിധിവരെ റിച്ച് നേഷൻസിന് പുവർ നേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി ഒരു സസ്റ്റൈനബിൾ മോഡൽ ഡെവലപ്മെൻറ്റ് കാഴ്ചവെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ എക്സ്പ്ലോയിറ്റേഷനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്ന് ലീക്കി പറയുന്നുണ്ട്. അതുപോലെ മാസ് എക്സ്റ്റിങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചു കാലം മുന്നേ വരെ നിഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആയിരുന്നു. കാരണം നമ്മളെ ഒന്നും ബാധിക്കാത്ത പ്രശ്നമാണ് എന്നാണ് നമ്മൾ കുറേ നാൾ മുന്നേ വരെയെങ്കിലും വിചാരിച്ചു പോന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് മനസ്സിലായി ഇത് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇതേപ്പറ്റി കൂടുതലും സ്റ്റഡീസ് വന്നു തുടങ്ങിയത്. ബട്ട് നൗ ദേ ആർ റിക്കഗ്നൈസ്ഡ് ആസ് എ മേജർ ക്രിയേറ്റീവ് ഫോഴ്സ്. And though 5 extinctions have already occurred, we don't have a solid explanation of why these extinctions occurred. 5 എക്സ്റ്റിങ്ഷൻസ് ഇതിനു മുന്നേ വന്നു, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ എക്സ്റ്റിങ്ഷൻസ് എല്ലാം സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള തിയറി, എന്തുകൊണ്ടത് സംഭവിച്ചു, ആരാണ് അതിന് ഉത്തരവാദി, അത് പ്രൂവ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 6th എക്സ്റ്റിങ്ഷൻ്റെ കാര്യം അങ്ങനെയല്ല. 6th എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം അതിൻ്റെ റീസൺ എന്താണ്, നമുക്ക് വ്യക്തമായി അറിയാം ആരാണ് അതിന് ഉത്തരവാദി. മനുഷ്യൻ പ്രകൃതിയുടെ മേൽ നടത്തുന്ന അന്യായമായ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് ഇനിയൊരു എക്സ്റ്റിങ്ഷൻ ഉണ്ടായാൽ അതിന് കാരണമാവുക. ഇവിടെ കൾപ്രിറ്റ്സും വേറെ ആരുമല്ല, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. സോ ലീക്കി ഡസ് ഇറ്റ് മാറ്ററിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇറ്റ് മാറ്റേഴ്സ്, എൻവയൺമെൻറ്റ് മാറ്റേഴ്സ് എ ലോട്ട് എന്നുള്ള മെസ്സേജ് തന്നെയാണ്. ഭൂമിയിൽ ലൈഫ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിലോങ് ചെയ്യുന്ന, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഇക്കോ സിസ്റ്റം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയേ പറ്റൂ. എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മളുടെ നിലനിൽപ്പുള്ളൂ. പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നു അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിനും സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് our duty to protect nature, thereby protecting ourselves. So that is all about Leakey's Does It Matter? So thank you for listening and watching.